ഈ ഒരു സമയമില്ല 5 മണിയായി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നൊരവസ്ഥയാണ് കേട്ടോ എനിക്ക്. എന്ത് ചെയ്യുന്നറിയാതെ ഞാൻ എനിക്ക് ബോറടിച്ചിരിക്കുന്ന ഒരു വൈകുന്നേരമായിരുന്നു ഇന്ന്. ലാപ്ടോപ്പ് നേരെ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ച് ഇനി എന്ത് ചെയ്യുന്നുള്ള ഞാനൊരു 2 മിനിറ്റ് ആലോചിച്ചു. നേരെ ഒരു ടൗണിലേക്ക് അങ്ങ് പോയാലോ ഞാൻ കുറച്ച് സമയം ആലോചിച്ച്. പിന്നെ എനിക്ക് എല്ലാത്തിനും ഒരു മടി പിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കര ബോറടിയായിരുന്നു. അപ്പോൾ ഇതേ എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മുടെ മാളുവിനെ ഷേഖുവിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ വീട്ടിൽ ആരുമില്ല, ശോകമായിരുന്നു എൻ്റെ അവസ്ഥ. അതിനുശേഷം ഞാൻ മാളുവിൻ്റെ അടുത്തും ഷേഖുവിൻ്റെ അടുത്തും പോയി. നിങ്ങൾ ഗസ് ചെയ്യും മാളും ഷേഖും ആരായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ആരായിരിക്കും എന്നുള്ളത്. ഇവിടുത്തെ എൻ്റെ 2 പശുക്കുട്ടികളാണ്. പശുക്കുട്ടികളെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ബെഡാവാലേൻ്റെ പേരാണ് മാളു, ചോട്ടാവാലയാണ് ഷേഖു. ശേഖരൻ എന്നാണ് ഇതിനൊക്കെ പേരിട്ടത് എൻ്റെ അച്ഛനാണ് കേട്ടോ. ഞാൻ ഇവർക്ക് വലിയ പരിഷ്കരിച്ച പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതൊന്നും പിന്നെ എടുത്തില്ല. അപ്പോൾ പിന്നെ അച്ഛൻ ഇങ്ങനെ മാളു ഷേഖു എന്നൊക്കെ വിളിക്കും. ഞാൻ ഇതിൻ്റെ അടുത്ത് പോലും പോകാതെ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി പുല്ലൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. പശുവിന് എന്നെ അത്ഭുതം തോന്നിക്കാണ് ഇവൾ എന്താ ഈ കാട്ടുന്നത്. പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടും വല്ല ചവിട്ടെങ്ങാൻ കിട്ടുമെന്ന് പേടിച്ചിട്ട് ഞാൻ അധികം അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ. കാരണം എന്നെ രക്ഷിക്കാൻ എൻ്റെ ഡാഡി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ ഇത് നേരെ അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ട് കുക്കറിനിട്ട് ഞാൻ 8ൻ്റെ പണിയും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ കുളിക്കാൻ പോയി. കുളിച്ച് വന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് ചായ കുടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ കുളിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അങ്ങനെ ഇതേ കുറേ സമയം ഞാനിങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. വൈകുന്നേരത്തെ ഒരു 6 ആ ഒരു ടൈം ആയി കാണും. പിന്നെ ഇതേ മുടിയൊക്കെ സെറ്റാക്കുമ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ മുടി എൻ്റെ അമ്പോ ഒരു രക്ഷയില്ല. തലയിലുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വല്ല ഫ്രൂട്ട്സും എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ വാട്ടർ മെലൺ എടുത്തോട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് എൻ്റേതായ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് മക്ക് അടിച്ചു. അതിനുശേഷം ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരുന്നു അച്ഛൻ എന്നോട് പറയുന്നത് നല്ലൊരു പരിപ്പോട കൊണ്ടുവന്നിട്ടുണ്ട്, നീ കഴിച്ചു. അപ്പം ഞാനിത് വേഗം ഒരു ഹോർലിക്സ് അങ്ങ് ഉണ്ടാക്കി കേട്ടോ. ചായ ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടാണുള്ളത്, അതുകൊണ്ട് ഹോർലിക്സ് കഴിക്കുന്നത്. അതിനുശേഷം നല്ലതേ തട്ടുകടയിൽ ഇലയിൽ മടക്കി വെച്ച നല്ലൊരു പരിപ്പോട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ഹോർലിക്സും കൂടെ നല്ലോണം ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. പരിപ്പോട എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ്. എവിടെ പോലും ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കഴിക്കാൻ നോക്കും കേട്ടോ. അങ്ങനെ അതേ പരിപ്പോടയും കഴിച്ച് പിന്നെ ഞാൻ ഫ്ലാറ്റായി ഞാൻ വേഗം ബെഡിലേക്ക് പോയി അവിടെ ഇരുന്ന് പിന്നെ ഫുള്ള് ഹെഡ്സെറ്റും വെച്ച് ഫുള്ള് കുത്തി കളിക്കാനാണ് എൻ്റെ പണി. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഞാൻ എങ്ങനെയൊക്കെയോ ചിലവഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ബൈ ബൈ, സീ യു.